നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയേറെ കോലാഹലങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് പോകുന്ന സാഹചര്യം കൂടി വിലയിരുത്തി ഇപ്പോൾ വലിയ വിമർശനമാണ് യാത്രക്കെതിരെ ഉയർന്നു കേൾക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടെ ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോവുക. ചികിത്സയുടെ ഭാഗമായി ഒരാഴ്ചയോളം അമേരിക്കയിൽ കഴിയുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരുന്ന മുഖ്യമന്ത്രി തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായാണ് വീണ്ടും പോകുന്നത്. മിനിസോട്ടയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ പൊതുജന ആരോഗ്യ രംഗത്തെ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കുകൂടി ചെയ്തതോടെ വിവാദം കത്തിപ്പടർന്നു. തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇത്തരത്തിൽ വിവാദം കത്തി നിൽക്കെയാണ് മുഖ്യമന്ത്രി ചികിത്സ തേടി യുഎസിലേക്ക് പോകുന്നത്. ഇന്ന് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്കാണ് തയ്യാറെടുക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു. തുടർ ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി പോകുന്നതെന്നാണ് വിവരം. നേരത്തെ മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ തേടിയിരുന്നു. അതിന്റെ തുടർ ചികിത്സയ്ക്കും പരിശോധനയ്ക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. 2018 ആദ്യമായി ചികിത്സയ്ക്ക് പോയത്. 2022 ജാനുവരി 11 മുതൽ 26 വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു. 2018 സെപ്റ്റംബറിൽ തന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരുന്നത്. 2021 ജൂലൈ 7 മുതൽ 2024 ഒക്ടോബർ 3 വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് 77,74,356 രൂപയാണ്. ഇക്കുറിയും സർക്കാർ ചിലവിലാകും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ അമ്മ മരിച്ച സംഭവത്തിന്റെ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി യാതൊന്നും പ്രതികരിച്ചിരുന്നില്ല. എല്ലാ മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു പ്രതികരണം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രി പോയത്. അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി.എൻ. വാസവനും ഉണ്ടായിരുന്നു. ദുരന്തമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ മന്ത്രിമാരായ വി.എൻ. വാസവനും വീണ ജോർജും ആളൊഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുകയുണ്ടായി. എന്നാൽ വളരെ വൈകിയാണ് ഒരു സ്ത്രീ അതിൽ പെട്ടിട്ടുണ്ടെന്ന സംശയം ഉയർന്നതും പരിശോധനയിൽ പരിക്കുകളോടെ കണ്ടെത്തിയതും. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടക്കുമ്പോൾ ജില്ലാതല വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടായിരുന്നു മുഖ്യമന്ത്രി കോട്ടയത്തുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളുടെ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ജില്ലാതല പദ്ധതി അവലോകന യോഗം ഏറ്റുമാനൂർ തെള്ളകത്ത് നടക്കുന്നതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായത്. അവിടെ നിന്നാണ് മന്ത്രിമാരായ വീണ ജോർജും വാസവനും സംഭവ സ്ഥലത്ത് എത്തിയതും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തതും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാറും ആരോഗ്യ വകുപ്പിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാവരും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പെട്ടെന്ന് എടുത്തതാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അപകടം നടന്ന സ്ഥലം മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല. മന്ത്രിമാരുമായി ചർച്ച നടത്തി ഉടൻ മുഖ്യമന്ത്രി ഇവിടെ നിന്നും തിരിച്ചുപോയി. അതേസമയം സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെയും യൂത്ത് കോൺഗ്രസ് സംഘം കരിങ്കൊടി പ്രതിഷേധം നടത്തി. ഏതായാലും നമ്പർ 1 ആണ് കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് ആഗോളതലത്തിലടക്കം ശ്രദ്ധ നേടിയിട്ടുള്ള നമ്മുടെ ഈ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള അനാസ്ഥകൾ നടക്കുന്നത്. പുറമേ കാണുന്ന മോടിയൊന്നുമില്ല. അകത്തേക്ക് കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നും പല സർക്കാർ ആശുപത്രികളിൽ കൃത്യമായിട്ട് കിടക്കകൾ പോലും രോഗിക്ക് ലഭിക്കുന്നില്ല. അവിടെ തറയിലും വിരിച്ചും തുണി വിരിച്ചൊക്കെ തന്നെയാണ് ധാരാളം രോഗികൾ അവിടെ കിടക്കുന്നത്. ഇപ്പോഴും ഉള്ളിലെ കാഴ്ചകൾ വളരെ വിരൂപമാണ് എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ വിളിച്ചു കൂവുന്നത്. എന്തിന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ഇത്തരത്തിൽ ചികിത്സ തേടണം? നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ കോടികൾ ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മറ്റൊരു രാജ്യത്തേക്ക് ചികിത്സയ്ക്ക് പോകണം എന്നുള്ള കമന്റുകളും വിമർശനങ്ങളാണ് ആളുകൾ ഉയർത്തുന്നത്. ചില കമന്റുകൾ വായിക്കാം. നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ പ്രചാരണത്തിനായി മുഖ്യൻ അമേരിക്കയിലേക്ക്. തറയിൽ കിടക്കുന്ന രോഗിയുടെ നികുതി പണമാണെന്ന് ഓർമ്മ വേണം. ഇവരുടെ എല്ലാം ചികിത്സയും ടൂറും എല്ലാം പാവപ്പെട്ടവരുടെ ബാധ്യത. തകർന്നു വീഴാത്ത കെട്ടിടം ഉണ്ടാകുന്നതിനെ പറ്റി പഠിക്കാൻ അമേരിക്കയിൽ പോയി ചിലവ് 2 കോടി. നമ്പർ 1 ആരോഗ്യ കേരളം അല്ലേ, പിന്നെ എന്തിനാണ് അമേരിക്കയിലേക്ക് കെട്ടിയെടുക്കുന്നത്? നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ എന്താണ് മുഖ്യന് ചികിത്സിക്കാൻ ഇത്രയ്ക്കും ഭയം? എന്തൊരു ഗതികേടാണ് കേരളീയരുടേത്.
മുഖ്യമന്ത്രി പറയുന്ന മികച്ച ആരോഗ്യ രംഗമാണ് കേരളത്തിന്റേതെന്ന്. എന്നിട്ട് മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിലേക്കും. മികച്ച ആശുപത്രി ഇടിഞ്ഞു വീഴുന്നു, മികച്ച ഡോക്ടർ ആരോപണം ഉന്നയിക്കുന്നു. കേരളത്തിന് എത്രത്തോളം ബോധമുണ്ടെന്ന് യുക്തിബോധമുള്ളവർ മനസ്സിലാകും തുടങ്ങിയ കമന്റുകളാണ് ജനം ചോദിക്കുന്നത്. അതേസമയം സമീപകാലത്തായി തൊട്ടതെല്ലാം വിവാദത്തിൽ എന്ന നിലയിലാണ് ആരോഗ്യ വകുപ്പിലെ കാര്യങ്ങൾ. ഇപ്പോൾ സർക്കാരിനെ വെട്ടിലാക്കിയ ആരോപണങ്ങളിൽ മന്ത്രി വീണയെ രക്ഷിക്കാൻ തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. ഇതിനായി മന്ത്രിയെ പ്രതിരോധിച്ച് കൂടുതൽ ആളുകൾ രംഗത്ത് വന്നേക്കും. ഇതിനിടെ മന്ത്രിയുടെ കഴിവുകേട് മറയ്ക്കാൻ സംസ്ഥാനത്തെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി ആരോഗ്യ വകുപ്പ് രംഗത്ത് വന്നു. ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്നാണ് വിമർശനം. ബിൽഡിംഗ് ഓഡിറ്റ്, ഫയർ ഓഡിറ്റ്, സേഫ്റ്റി ഓഡിറ്റ് എന്നിവ കൃത്യമായി നടത്തുന്നില്ലെന്നും ആരോഗ്യ വകുപ്പ് ആരോപിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലും ഇതാണ് അവസ്ഥയെന്നും ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. ആശുപത്രി കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഇന്ന് അടിയന്തര യോഗം ചേരും. മുതിർന്ന ഉദ്യോഗസ്ഥർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ആശുപത്രി സൂപ്രണ്ടർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിരോധത്തിലായതോടെ പ്രതിരോധിക്കാൻ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയും രംഗത്ത് വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി ബിന്ദു മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തിയ മുൻ ആരോഗ്യമന്ത്രി സർക്കാർ പിടിപ്പുകേടല്ലെന്ന് വാദിക്കാനാണ് ശ്രമിച്ചത്. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെ കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും കെ ശൈലജ വ്യക്തമാക്കി. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും കെ ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു. LDF ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിന് 2018 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു. കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചതിനിടയിലാണ് കെട്ടിടം തകർന്ന് വേദനാജനകമായ അനുഭവം ഉണ്ടായത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ മുൻകൈയെടുത്താണ് കോളേജിൽ ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെയും ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങളെയും കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും കെ ശൈലജ പറഞ്ഞു.